രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിൽ പോര് തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മൊഴി നൽകിയ യുവതിക്ക് സംഘടനയുമായി ബന്ധമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രതികരണം. കോൺഗ്രസിലെ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് മൊഴി നൽകിയ ജീന സജി 24-നോട് പറഞ്ഞു. വിവാദം അടഞ്ഞ അധ്യായമെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ജീന സജിയുടെ പരാതി. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് സൂചന നൽകുന്നതായിരുന്നു പരാതി. കോൺഗ്രസിനകത്തും പുറത്തും ഉള്ളവർക്ക് പങ്കുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ മൊഴി കൊടുത്തത്. അതിൽ വി ഡി സതീശന്റെ പേരോ രമേശ് ചെന്നിത്തലയുടെ പേരോ എടുത്തു പറഞ്ഞിട്ടില്ല. ഇത്രയും സെൻസിറ്റീവായിട്ടൊരു കേസ് മീഡിയയ്ക്ക് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ പോലും മൊഴി കൊടുക്കുന്നവർക്കും പരാതിക്കാർക്കും യാതൊരു സെക്യൂരിറ്റി ഇല്ലെന്നല്ലേ നിങ്ങൾ വരുത്തുന്നത്? ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് വിശദീകരിച്ചിരുന്നില്ല. എന്നാൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയെന്നായിരുന്നു പുറത്തുവന്ന വിവരം. ജീന സജിക്ക് സംഘടനയുമായി ബന്ധമില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളുമായി ബന്ധമുള്ള ആളാണ് ജീന സജി എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നത്. ജീന സജിക്കെതിരെ വഞ്ചനാ കേസുകളടക്കമുള്ളതായും ആരോപണമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.